നമസ്കാരം, വെൽക്കം ബാക്ക്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന അവയവം എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്. പക്ഷേ നമ്മുടെ ബ്രെയിനിന്റെ ഒരു വർക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് സേവ് എനർജി ആൻഡ് ചേസ് റിവാർഡ്. അതായത് കൂടുതൽ പ്രവൃത്തികളൊന്നും ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ റിവാർഡ്സ് വേണം. നമ്മുടെ എക്സ്റ്റേണൽ പ്രവൃത്തികൾ മാത്രമല്ല, നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ ബ്രെയിന് എനർജി കൺസർവ് ചെയ്ത് വെക്കുക എന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. ഇങ്ങനെ എനർജി കൺസർവ് ചെയ്ത് വെക്കുന്ന ബ്രെയിൻ എപ്പോഴും റിവാർഡ്സ്, അതായത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ആവശ്യമാണ്. ഈ മോട്ടിവേഷനെ നിയന്ത്രിക്കുന്ന, അതായത് നമുക്ക് ഒരു കാര്യം തുടർന്നും ചെയ്യണം എന്ന് വീണ്ടും തോന്നിപ്പിക്കുന്ന ഒരു കാര്യം, അതിൽ നിന്ന് കിട്ടുന്ന റിവാർഡ്സ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എന്നതാണ്. അപ്പോൾ ബ്രെയിന് താല്പര്യമുള്ള രീതിയിൽ വലിയ എഫേർട്ട് ഒന്നുമില്ലാതെ കൂടുതൽ റിവാർഡ്സ് നമുക്ക് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ. അത് നമ്മളെ ഏത് രീതിയിൽ ബാധിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു ഉദാഹരണം വെച്ച് തുടങ്ങാം. ഇപ്പോൾ ഈ മാസം എനിക്കൊരു പ്രോജക്റ്റ് ചെയ്തു തീർക്കണമെന്നിരിക്കട്ടെ. ആ പ്രോജക്റ്റ് ചെയ്തു തീർത്താൽ എന്നെ കാത്തിരിക്കുന്നത് പ്രൊമോഷൻ എന്ന ഒരു റിവാർഡാണ്. പക്ഷേ ആ പ്രവൃത്തി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ആ ഒരു കാര്യം, ആ ഒരു പ്രൊമോഷൻ കിട്ടിയാൽ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മൊത്തത്തിൽ മാറും. ആ ഒരു പ്രവൃത്തിയിലേക്ക് എനിക്ക് പോകണമെന്ന് സത്യത്തിൽ ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിലേക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല എന്നതാണ്. അത്രയും വലിയൊരു റിവാർഡാണ് എന്നെ കാത്തിരിക്കുന്നത്. എന്നാൽ പോലും എൻ്റെ പ്രശ്നം, എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഫോൺ കയ്യിലെടുക്കുന്നു. ചിലപ്പോൾ ഒരു FB പോസ്റ്റ്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഷോർട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പോസ്റ്റ്, എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ ഒരു പോസ്റ്റ് കാണുന്നു, അല്ലെങ്കിൽ ഒരു ഷോർട്ട് കാണുന്നു. നെക്സ്റ്റ് വീണ്ടും ഒരു ഷോർട്ട് കൂടി, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കൂടി. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സമയം എത്ര പോയെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. അവസാനം നമ്മൾ ഉദ്ദേശിച്ച ഒരു ടൈം ലൈനിൽ നമ്മുടെ ഒരു വലിയ എയിം നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന വേറെ ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയി. അതായത് ഒരു വലിയ അച്ചീവ്മെന്റിലൂടെ, ഒരു ഹ്യൂജ് റിവാർഡിലൂടെ കിട്ടേണ്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അച്ചീവ്മെന്റ് അല്ലെങ്കിൽ അപ്രിസിയേഷൻ, ഇതിനെയൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ ചെറിയ റിവാർഡ്സ്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ചീപ്പ് റിവാർഡ്സ്, ഇതിലൂടെ ഒക്കെ നമുക്ക് തൃപ്തിപ്പെടേണ്ടി വരുന്നു. ഇത് സത്യത്തിൽ ഒരു പ്രശ്നം തന്നെയല്ലേ? അങ്ങനെ ക്വിക്ക് റിവാർഡിലൂടെ, ഇൻസ്റ്റന്റ് പ്ലഷറിലൂടെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു ഹോർമോൺ കൂടിയാണ്. ഡോപ്പമീൻ എന്ന ഈ ഹോർമോൺ മോളിക്യൂൾ ഓഫ് റിവാർഡ്സ് എന്നും അറിയപ്പെടുന്നു. അതായത് എപ്പോഴെല്ലാം ചെറിയ റിവാർഡ്സ് കിട്ടുന്നോ അപ്പോഴെല്ലാം ഡോപ്പമീൻ നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യും. ഡോപ്പമീൻ എന്നത് ക്വിക്ക് റിവാർഡ്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഇൻസ്റ്റന്റ് പ്ലഷർ ഒക്കെ കിട്ടുമ്പോൾ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. പക്ഷേ ഇതിന്റെ ഒരു മറുവശം എന്താണെന്ന് നോക്കിയാൽ, ഡോപ്പമീൻ എന്നത് മോളിക്യൂൾ ഓഫ് മോർ, അല്ലെങ്കിൽ മോളിക്യൂൾ ഓഫ് റിവാർഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുതരം ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മാത്രമല്ല ഈ ആന്റിസിപ്പേഷൻ കെമിക്കൽ റിലീസ് ചെയ്യുന്നത്. ജങ്ക് ഫുഡ്, ആൽക്കഹോൾ, ഡ്രഗ്സ്, പോൺ വീഡിയോസ് തുടങ്ങി പല കാര്യങ്ങളിലൂടെ നമ്മുടെ ഡോപ്പമിൻ ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഉണ്ടാകുന്ന ഈ ഡോപ്പമിൻ റഷ് എങ്ങനെ അഡിക്ഷൻസിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്ട്രെസ്സും ഡോപ്പമിനും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ചാണ്. സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് കോർട്ടിസോൾ ആണ്. സ്ട്രെസ് തന്നെ നമുക്ക് രണ്ട് തരം ഉണ്ടാകും, അതായത് അക്യൂട്ട് സ്ട്രെസ്സും ക്രോണിക് സ്ട്രെസ്സും. അക്യൂട്ട് സ്ട്രെസ് എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ഉള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ അതിനോടനുബന്ധിച്ച് നമുക്കുണ്ടാകുന്ന ഒരു ചെറിയ സ്ട്രെസ്, അതിനെയാണ് നമ്മൾ അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. ഏതുതരം സ്ട്രെസ് ആണെങ്കിലും നമ്മുടെ ബ്രെയിൻ അതിനെ മറികടക്കാൻ ഒരു മോട്ടിവേഷൻ എപ്പോഴും സീക്ക് ചെയ്യും. അപ്പോൾ മോട്ടിവേഷന്റെ കെമിക്കൽ എന്നറിയപ്പെടുന്നത് ഡോപ്പമിൻ ആണ്. കോർട്ടിസോൾ ആണ് സ്ട്രെസിന്റെ ഹോർമോൺ. അപ്പോൾ കോർട്ടിസോൾ, ഒരു ചെറിയ അക്യൂട്ട് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഈ കോർട്ടിസോളിനെ മറികടക്കാനായി ചെറിയ രീതിയിൽ ഒരു ഡോപ്പമിൻ സ്പൈക്ക് അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഡോപ്പമിൻ റിലീസിന്റെ ആവശ്യമേ അവിടെ ഉള്ളെങ്കിലും ഡോപ്പമിന്റെ ഒരു സ്വഭാവം വെച്ച് മോർ സ്റ്റിമുലേഷൻ, മോർ ഡോപ്പമിൻ, അതായത് ഇതിനെ റിലീസ് ചെയ്യപ്പെടുന്നതിന് ഒരു പരിധിയില്ലാത്ത ഒരു ഹോർമോണാണ് ഡോപ്പമിൻ എന്നത്. അതായത് മോട്ടിവേഷൻ ഹോർമോണായ ഡോപ്പമിൻ ചെറിയ രീതിയിലാണ് വേണ്ടുന്നതെങ്കിലും അതിന്റെ ഒരു സ്വഭാവ രീതി അനുസരിച്ച്, അതിന്റെ ഒരു പ്രവർത്തന രീതി അനുസരിച്ച് മോർ സ്റ്റിമുലസ്, മോർ ഡോപ്പമിൻ എന്ന ഒരു അവസ്ഥയിലേക്ക്, നിയന്ത്രണമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇങ്ങനെ ഉണ്ടാകുന്ന നെവർ എൻഡിങ് ലൂപ്സ് ആണ് അഡിക്ഷൻസിലേക്ക് മാറുന്നത്. ഇനി നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡെയിലി ലൈഫിൽ ഈ ഒരു കാര്യമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്, എന്നാൽ എനിക്ക് അതിനെ മറികടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെ തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ തീർച്ചയായും രേഖപ്പെടുത്തണം.